ഹലോ, അപ്പം എൻ്റെ കനീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഇന്ന് ഞാൻ ലോങ് വീഡിയോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇടാമെന്ന് കരുതി. രാവിലെ തന്നെ ഇന്ന് ഇഡ്ഡലിയുടെ പരിപാടിയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചട്നിയും അതുപോലെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇവിടെ എത്ര ഇഡ്ഡലി ഉണ്ടാക്കിയാലും ഉണ്ണിക്ക് ദോശ, നല്ല മുരിഞ്ഞ ദോശയാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഒരു പണിയിലാണ് ഞാൻ. അമ്മ അപ്പുറത്ത് ഓരോ പണികൾ ചെയ്യുന്നുണ്ട്, അച്ഛൻ അവിടെ ഉണ്ട്. ഉണ്ണി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൾ എഴുന്നേൽക്കുമ്പോഴത്തേന് ഓരോ പണികളൊക്കെ ചെയ്ത് തീർക്കുന്നത്. ഇഡ്ഡലി ആയി, പിന്നെ അതിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കി. ചമ്മന്തിക്ക് അറിയാതെ ഞാൻ കടുകൊക്കെ ഇട്ട് പോയി. അപ്പോഴേക്കും കനിമോൾ എഴുന്നേറ്റ് അവൾക്ക് ദോശ വേണമെന്ന് പറഞ്ഞു. ഞാൻ ദോശ, നല്ല മുരിഞ്ഞ ദോശയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് അങ്ങനെ ഫോൺ കണ്ടുകൊണ്ടിരുന്നിട്ടാണ്. അപ്പോഴേക്കും അമ്മ അച്ഛനൊക്കെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കുറേ സമയം വേണമല്ലോ. അപ്പോൾ ഞാനും പിന്നെ സാവധാനം ഇരുന്ന് ഇഡ്ഡലിയും ചട്നിയൊക്കെ കഴിച്ച് ചായക്ക് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി. പിന്നെ ഏറ്റവും വലിയ ടാസ്ക്കാണ് ആളെ നഴ്സറി പറഞ്ഞേക്കൽ. എന്തേലൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വേണം ആളൊന്ന് റെഡി ആവണം. അപ്പോൾ ഞാൻ നഴ്സറിയിലൊക്കെ കൊണ്ടാക്കി. നഴ്സറിയിൽ പോണ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞങ്ങളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഞാനും വർഷേച്ചും അരുന്ധതിയുടെ വീട്ടിൽ പോയി. അവിടെ ആണെങ്കിൽ അവൾ നല്ല വറ്റിലുണ്ടാക്കിയാണ്. അവൾ പാലക്കാട്ടുകാരിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് താമസിക്കുകയാണ്. അവളെ ചേട്ടൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നല്ല വറ്റിലും ഒക്കെ കഴിച്ച് അവളോട് ഹായ് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. ആളാണെങ്കിൽ ഞങ്ങളെ വിടാൻ തീരെ താല്പര്യമില്ല. പക്ഷെ ഞാൻ ചേച്ചിയും വേഗം അവിടെ നിന്ന് പോകുന്നു. ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് എത്തി. പിന്നെ എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ക്ലീനിങ് ആയിരുന്നു. അമ്മ അപ്പോഴേക്കും ചോറും കറിയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ അടുക്കള കയറിയോണ്ട് ഞാനിന്ന് തുടയ്ക്കലും ഒക്കെ ആയിരുന്നു. വന്ന വശം തന്നെ എല്ലായിടത്തും അടിച്ചോരി തുടച്ച്. ഉണ്ണിയില്ലാത്തതുകൊണ്ട് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ വീട്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര മിസ്സിങ്ങാണ് ഉണ്ണീന്. അങ്ങനെയാണ് ഉണ്ണിയുടെ ഫ്രണ്ട് വന്നിട്ടാ. അവിടെ അടുത്തുള്ള ഉണ്ണിയാണ് അജു. അപ്പോൾ അവൻ വന്നിട്ട് കനിമോൾ എന്തെന്ന് ചോദിക്കുന്നത്. അതിന് കനിമോൾ നഴ്സറി പോയി എന്ന് പറഞ്ഞപ്പോൾ ആൾ തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഒന്ന് ക്ലീനിങ്ങാണ്. വാഷ് ബേസിനും അതുപോലെ ബാത്റൂമും അങ്ങനെ എല്ലായിടത്തും അടിച്ചോരി തുടച്ച് കഴുകി വൃത്തിയാക്കിയിരിക്കുന്നുണ്ടോ. ഉണ്ണി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു മൂഡ് ഓഫ്. കാരണം അവളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും അവളുടെ പിന്നാലെ ഓടി നടക്കായിരുന്നു. ഇപ്പോൾ ഭയങ്കര സൈലൻ്റാണ് വീട്. ഞാനും അമ്പച്ചനും ഓരോ കാര്യങ്ങളായിട്ട് നിൽക്കും. ഉണ്ണിയില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ മുരിങ്ങയില ഉപ്പേരി വയ്ക്കുന്നുണ്ട്. ഇന്നലെ അവിടെ ഒരു കൊമ്പ് വീണുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലത്തെ. അപ്പോൾ അതുകൊണ്ട് ഉപ്പേരിയൊക്കെ വെച്ച് മീൻകറിയൊക്കെ വെച്ച് അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ നാരങ്ങ ഉപ്പൊക്കെ ഇട്ട് കഴിച്ച് ഞാനും അച്ഛനും അപ്പൊക്കെ കൂടിയിട്ട് അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ ചോറിനാകുന്ന സമയമായപ്പോൾ മീൻകറിയും ഉപ്പേരിയും മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് നന്നായി ഭക്ഷണം കഴിച്ച് പിന്നെ ഞാൻ ഉറങ്ങി. പിന്നെ വീഡിയോസ് അങ്ങനെ എടുത്തില്ല. ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ അപ്പോഴേക്കും ഒരു 3 മണി ആവാറായപ്പോൾ ഞാൻ റെഡിയായി ഉണ്ണീനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നല്ല ഗംഭീര വെയിലായിരുന്നു കേട്ടോ. ഒരു 2:45 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നിട്ട് ആളെ പോയി വിളിച്ച ആളപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ ഉണ്ണിനൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടെ റോഡിൽ കൂടെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ ഓരോന്ന് ചോദിക്കാം. വീട്ടിൽ ജ്യൂസ് വാങ്ങിയിട്ടുണ്ടോ, അങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ വാങ്ങിയിട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഇവരെ വീഡിയോ എടുക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര നാണം. രാവിലെ മുതലേ ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അർഷിച്ചിക്കൊക്കെ ഭയങ്കര നാണം. അപ്പോൾ ഞാൻ അവരെ തന്നെ വീഡിയോ എടുത്തത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോണ വഴിയിൽ കുറേ മൾബറി ഉണ്ട്. അപ്പോൾ അത് പൊട്ടിക്കുക എന്നുള്ളൊരു ഇഷ്ടത്തിലാണ് ആളെപ്പോഴും വരിക. അതിന് അവിടെ നിന്ന് കുറച്ച് നല്ല പഴുത്ത മൾബറിയൊക്കെ ഉണ്ണിക്ക് പൊട്ടിച്ച് കുറേ ഉണ്ടായിരുന്നുണ്ടാവും. ഇഷ്ടംപോലെ എന്നും പൊട്ടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അത് ആദ്യം മൾബറിയാണ് കഴിക്കുക. പിന്നെ നഴ്സറിയിൽ നിന്ന് സ്നാക്സൊക്കെ കൊണ്ടും അതൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ ആളവിടെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയി. അപ്പോഴേക്കും ഞാൻ സന്ധ്യയായപ്പോൾ ചെടിക്ക് വെള്ളം നനച്ച് അടിച്ചൊരു തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഉണ്ണിക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ എന്നും ഞങ്ങൾ അവിടെ പാടത്തേക്ക് പോട്ടെ ഉണ്ണീനായിട്ട് കളിക്കാൻ എന്നും പോകും. അവിടെ സന്ധ്യ സമയത്ത് കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരായിട്ട് അവിടെ ഓടിച്ചാടി കളിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ വെച്ച് ഞാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അച്ഛൻ രാത്രി വന്നപ്പോൾ കുറേ പൂത്തിരിയും പടക്കമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഒരു പേടിയില്ല, എല്ലാതുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.